നമസ്കാരം. ഞാൻ അജയൻ, കോർഡിനേറ്റർ, പ്രഗതി കരിയർ ഗൈഡൻസ്. സർക്കാർ ഉദ്യോഗം ഏവരുടെയും ഒരു സ്വപ്നമാണ്. അത് സാക്ഷാത്കരിക്കുവാൻ വേണ്ടി പ്രഗതി കരിയർ ഗൈഡൻസിൻ്റെ ഓൺലൈൻ ക്ലാസ് സെലക്ട് ചെയ്തതിലുള്ള സന്തോഷവും ചാരിതാർത്ഥ്യവും ആത്മനിർവൃതിയും രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. 5 മാസത്തെ ദൈർഘ്യമുള്ള പ്രഗതിയുടെ ഓൺലൈൻ ക്ലാസ് എങ്ങനെ ഒരു ഉദ്യോഗാർത്ഥിക്ക് ചിട്ടയായ പരിശീലനത്തിലൂടെ ഒരു സർക്കാർ ഉദ്യോഗം നേടിയെടുക്കാം, പൂർണ്ണ താല്പര്യമുള്ള, പൂർണ്ണമായിട്ടും മനസ്സർപ്പിക്കാൻ തയ്യാറായിട്ടുള്ള, ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ പ്രഗതി കരിയർ ഗൈഡൻസിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രഗതിയുടെ ഓൺലൈൻ സംരംഭമായിട്ടുള്ള പ്രഗതിയുടെ മൊബൈൽ ആപ്പ്, ആ പ്രഗതിയുടെ മൊബൈൽ ആപ്പിലൂടെ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളും മുൻകൂട്ടി പറയുന്ന ടോപ്പിക്കുകൾ അനുസരിച്ച് ലൈവ് എക്സാമുകളും ലഭിക്കുന്നതായിരിക്കും. ലൈവ് എക്സാമിൻ്റെ ഘടനകളാണ് വ്യക്തമാക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാ തിങ്കളാഴ്ചകളിലും പൊതുവിജ്ഞാനം, ജനറൽ നോളജ്, GK അടിസ്ഥാനമാക്കിയിട്ടുള്ള എക്സാം ആയിരിക്കും നൽകുന്നത്. GK ടോപ്പിക്ക് റാങ്ക് ഫയലിനെ ബേസ് ചെയ്തുകൊണ്ടും ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നൽകുന്നത്. അതായത് ആദ്യത്തെ തിങ്കളാഴ്ച റാങ്ക് ഫയലിനെ അടിസ്ഥാനമാക്കിയാണെങ്കിൽ അടുത്ത തിങ്കളാഴ്ച പാഠപുസ്തകത്തിന് ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. റാങ്ക് ഫയലിനെ അടിസ്ഥാനമാക്കി എന്ന് പറയുമ്പോൾ കേരള നവോത്ഥാനം, കേരളത്തിലെ ജില്ലകൾ, കേരള ഭൂമിശാസ്ത്രം, ഭരണഘടന തുടങ്ങിയ ടോപ്പിക്കുകൾ. പാഠപുസ്തകത്തിനെ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിനെ അടിസ്ഥാനമാക്കി എന്ന് പറയുമ്പോൾ 5th സ്റ്റാൻഡേർഡ് സോഷ്യൽ, 5th സ്റ്റാൻഡേർഡ് സയൻസ്, 6th സ്റ്റാൻഡേർഡ് സോഷ്യൽ, 6th സ്റ്റാൻഡേർഡ് സയൻസ് എന്ന ക്രമത്തിലായിരിക്കും ലഭിക്കുന്നത്. തിങ്കളാഴ്ചകളിൽ നടക്കുന്ന ടോപ്പിക് എക്സാം 100 മാർക്കിൻ്റെ എക്സാം ആയിരിക്കും. ഓരോ ക്വസ്റ്റ്യനും 4 ഓപ്ഷൻ വീതം മൊബൈൽ ആപ്പിലൂടെ ലഭിക്കുന്നതായിരിക്കും. 2 സമയങ്ങളിലാണ് ലൈവ് എക്സാമുകൾ എപ്പോഴും ലഭിക്കാറുള്ളത്. ഉച്ചയ്ക്ക് 2:30-നും രാത്രി 7:30-നും. ഒരു ഉദ്യോഗാർത്ഥിക്ക് സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ ഒന്നുകിൽ ഉച്ചയ്ക്ക് 2:30-ന് അല്ലെങ്കിൽ രാത്രി 7:30-ന് സൗകര്യമുള്ള രീതിയിൽ പരീക്ഷ എഴുതാവുന്നതാണ്. 100 മാർക്കിൻ്റെ ചോദ്യത്തിന് അനുവദിക്കുന്ന ടൈം 30 മിനിറ്റ് സമയമാണ് അനുവദിക്കുന്നത്. അപ്പോൾ എല്ലാ തിങ്കളാഴ്ചകളിലും പൊതുവിജ്ഞാന മേഖലയിലെ 100 ചോദ്യങ്ങൾ 30 മിനിറ്റ് സമയം. ഇനി ചൊവ്വാഴ്ചകളിൽ 2 എക്സാമുകൾ വീതം ഉണ്ടായിരിക്കും. ആദ്യത്തെ ചൊവ്വാഴ്ച പ്രഗതിയുടെ പ്രസിദ്ധീകരണമായിട്ടുള്ള PSC മുൻകാലങ്ങളിൽ നടത്തിയിട്ടുള്ള എല്ലാ ചോദ്യങ്ങളെയും അടിസ്ഥാനമാക്കി പ്രഗതി തയ്യാറാക്കിയിട്ടുള്ള 10,000 പ്രീവിയസ് ക്വസ്റ്റിൻ്റെ ബുക്ക്. ഈ ബുക്കിലെ 10,000 ചോദ്യങ്ങൾ 10 പേജുകളാക്കി തിരിച്ചു തന്നിരിക്കും. ആ 10 പേജിലെ ചോദ്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പരീക്ഷയും രണ്ടാമത്തെ എക്സാം LDC നിലവാരത്തിലുള്ള ഒരു മാതൃകാ പരീക്ഷയും. അപ്പോൾ ആദ്യത്തെ ചൊവ്വാഴ്ച പ്രഗതിയുടെ പ്രസിദ്ധീകരണമായിട്ടുള്ള 10,000 പ്രീവിയസിനെ അടിസ്ഥാനമാക്കി
രണ്ടാമത് LDC നിലവാരത്തിലുള്ള മോഡൽ എക്സാം. എന്നാൽ എല്ലാ ചൊവ്വാഴ്ചകളിലും 10,000 പ്രീവിയസിനെ അടിസ്ഥാനമാക്കിയുള്ള പരീക്ഷകളില്ല. ആദ്യത്തെ ചൊവ്വാഴ്ച 10,000 പ്രീവിയസ് ആണെങ്കിൽ അടുത്ത ചൊവ്വാഴ്ച കറണ്ട് അഫയേഴ്സ്, ആനുകാലിക സംഭവങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള എക്സാം ആയിരിക്കും. അതൊരു മാസത്തെ മന്ത്ലി കറണ്ട് അഫയേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്ത ചൊവ്വാഴ്ച 10,000 പ്രീവിയസ് ക്വസ്റ്റിൻ്റെ എക്സാമിന് പകരം ആ സ്ഥാനത്ത് മന്ത്ലി കറണ്ട് അഫയേഴ്സ് എക്സാം ആയിരിക്കും. എന്നാൽ രണ്ടാമത്തെ പരീക്ഷ എല്ലാ ചൊവ്വാഴ്ചകളിലും LDC നിലവാരത്തിലുള്ള മോഡൽ എക്സാമുകളായിരിക്കും. അങ്ങനെ ഒരു ചൊവ്വാഴ്ചയിൽ 2 എക്സാമുകൾ വീതം ഒരു ഉദ്യോഗാർത്ഥിക്ക് ലഭിക്കും. അതിൻ്റെ ടൈം എന്ന് പറയുന്നത് 10,000 പ്രീവിയസിൻ്റെ എക്സാം ഉച്ചയ്ക്ക് 2 മണി തൊട്ട് 2:15 വരെയും രാത്രി 7 മണി മുതൽ 7:15 വരെ ആയിരിക്കും. 50 ചോദ്യം, 15 മിനിറ്റ് സമയം. എന്നാൽ LDC മോഡൽ എക്സാം യഥാർത്ഥ PSC പരീക്ഷയിൽ 75 മിനിറ്റ് സമയം അല്ലെങ്കിൽ 1.25 മണിക്കൂർ സമയം ലഭിക്കുമെങ്കിലും നമ്മുടെ സ്ഥാപനത്തിലൂടെ നടത്തുന്ന പരീക്ഷ ആയതിനാൽ ഒരു കുട്ടിക്ക് 1 മണിക്കൂർ സമയം മാത്രമേ അനുവദിക്കുകയുള്ളൂ. അതായത് ചൊവ്വാഴ്ചകളിൽ നടക്കുന്ന LDC മോഡൽ എക്സാം ലഭിക്കുന്നത് ഉച്ചയ്ക്ക് 2:30 മുതൽ 3:30 വരെയും രാത്രി 7:30 മുതൽ 8:30 വരെയുമായിരിക്കും. വ്യക്തമാണല്ലോ. മന്ത്ലി കറണ്ട് അഫയേഴ്സ് നടക്കുന്ന ആഴ്ചകളിലാണെങ്കിൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ 2:15 വരെ മന്ത്ലി കറണ്ട് അഫയേഴ്സ് എക്സാമും രാത്രി 7 മണി മുതൽ 7:15 വരെ മന്ത്ലി കറണ്ട് അഫയേഴ്സ് എക്സാമും ആയിരിക്കും. മോഡൽ എക്സാം പതിവ് പോലെ തന്നെ 2:30 മുതൽ 3:30 വരെയും രാത്രി 7:30 മുതൽ 8:30 വരെയും ആയിരിക്കും. ഇതുവരെ നമ്മൾ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലെ കാര്യങ്ങളാണ് വ്യക്തമാക്കിയത്. എല്ലാ ബുധനാഴ്ചകളിലും ഗണിതം, മാത്സിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള എക്സാമാണ് നടക്കുന്നത്. ആ മാത്സ് ടോപ്പിക്ക് ഒരാഴ്ച റാങ്ക് ഫയൽ ടോപ്പിക്കിനെ അടിസ്ഥാനമാക്കിയാണെങ്കിൽ അടുത്ത ആഴ്ച സ്കൂൾ പാഠപുസ്തകത്തിനെ അടിസ്ഥാനമാക്കിയിരിക്കും. റാങ്ക് ഫയലിനെ അടിസ്ഥാനമാക്കി എന്ന് പറയുമ്പോൾ LCM ആൻഡ് HCF, മലയാളത്തിൽ ലസാഗു, ഉസാഗ, ഫ്രാക്ഷൻ, ഭിന്നസംഖ്യ, ഡെസിമൽ നമ്പർ, ദശാംശ സംഖ്യ തുടങ്ങിയ ടോപ്പിക്കുകൾ. പാഠപുസ്തകത്തിന് അടിസ്ഥാനമാക്കി എന്ന് പറയുമ്പോൾ 5ാം ക്ലാസ്സിലെ ഗണിതശാസ്ത്രം, 6ാം ക്ലാസ്സിലെ ഗണിതശാസ്ത്രം തുടങ്ങി 10 വരെയുള്ള ക്ലാസ്സുകളിൽ ഗണിതശാസ്ത്രങ്ങളായിരിക്കും പറയുന്നത്. അപ്പം എല്ലാ ബുധനാഴ്ചകളിലും ഗണിതശാസ്ത്ര പരീക്ഷകളായിരിക്കും നടക്കുന്നത്. അത് ആദ്യത്തെ ബുധനാഴ്ച റാങ്ക് ഫയലിനെ ബേസ് ചെയ്താണെങ്കിൽ അടുത്ത ബുധനാഴ്ച ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തായിരിക്കും. ഓക്കെ, 30 ചോദ്യങ്ങൾ 40 മിനിറ്റ് സമയമാണ് അനുവദിക്കുന്നത്. അതായത് ബുധനാഴ്ചകളിൽ ലഭിക്കുന്ന മാത്സ് ടോപ്പിക്കിൻ്റെ ടൈം ഉച്ചയ്ക്ക് 2:30 മുതൽ 3 മണി 10 മിനിറ്റ് വരെയും രാത്രി 7:30 മുതൽ 8 മണി 10 മിനിറ്റ് വരെ ആയിരിക്കും. അന്നത്തെ ബുധനാഴ്ച മാത്സ് ടോപ്പിക് എക്സാം മാത്രമേ ഉള്ളൂ. എല്ലാ വ്യാഴാഴ്ചകളിലും 2 എക്സാമുകൾ വീതമായിരിക്കും നടത്തുന്നത്. ആദ്യത്തെ വ്യാഴാഴ്ച തൊഴിൽവാർത്ത, തൊഴിൽവീതി, കൂടാതെ രണ്ടാമത്തെ എക്സാം +2 ലെവൽ മോഡൽ എക്സാം. അപ്പം എല്ലാ വ്യാഴാഴ്ചകളിലും തൊഴിൽവാർത്ത, തൊഴിൽവീതിയുടെ എക്സാം, കൂടാതെ
+2 ലെവൽ മോഡൽ എക്സാം. മത്സര പരീക്ഷയിലെ പുത്തൻ ട്രെൻഡുകളും പുതിയ ശൈലികളും പരിചയപ്പെടുത്തുന്ന 2 പ്രസിദ്ധീകരണങ്ങളാണ് തൊഴിൽ വാർത്ത, തൊഴിൽ വീതി. എല്ലാ തിങ്കളാഴ്ചകളിലുമാണ് ഇത് ലഭിക്കാറുള്ളത്. അപ്പം തൊഴിൽ വാർത്ത, തൊഴിൽ വീതി ഒരു ഉദ്യോഗാർത്ഥി മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുകയും അത് പ്രകാരം ഏത് എഡിഷനിലെ തൊഴിൽ വാർത്തയുടെ എക്സാമാണ് നടത്തുന്നത് വ്യക്തമായിട്ട് പറയുകയും ചെയ്യും. ആ തൊഴിൽ വാർത്ത, തൊഴിൽ വീതിയിലെ GK വിഭാഗത്തിൽ എക്സാം ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. 50 ചോദ്യങ്ങൾ, 15 മിനിറ്റ് സമയമാണ് അനുവദിക്കുന്നത്. അതായത് എല്ലാ വ്യാഴാഴ്ചകളിലും ഉച്ചയ്ക്ക് 2 മണി മുതൽ 2:15 വരെയും രാത്രി 7 മണി മുതൽ 7:15 വരെയും തൊഴിൽ വാർത്ത, തൊഴിൽ വീതിയുടെ എക്സാം ആയിരിക്കും. എന്നാൽ ഉച്ചയ്ക്ക് 2:30 മുതൽ 3:30 വരെയും രാത്രി 7:30 മുതൽ 8:30 വരെയും +2 ലെവൽ മോഡൽ എക്സാം ആയിരിക്കും നടക്കുന്നത്. ഒരാഴ്ചയിലെ 7 ദിവസങ്ങളിൽ 5 ദിവസങ്ങളിലാണ് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഘടനകൾ നമ്മൾ നടത്തുന്നത്. ഇനി എല്ലാ വെള്ളിയാഴ്ചകളിലും 2 എക്സാമുകൾ വീതം ഉണ്ടായിരിക്കും. ആദ്യത്തെ വെള്ളിയാഴ്ച ഇംഗ്ലീഷ് ടോപ്പിക്കിൻ്റെ എക്സാമും ഒരു ഡിഗ്രി മോഡൽ എക്സാമും. അടുത്ത വെള്ളിയാഴ്ച ഇംഗ്ലീഷ് ടോപ്പിക്കിന് പകരം മലയാളം ടോപ്പിക്കും ഡിഗ്രി ലെവൽ മോഡൽ എക്സാമും ആയിരിക്കും. അതായത് എല്ലാ വെള്ളിയാഴ്ചകളിലും 2 എക്സാമുകൾ വീതമാണ് ഉണ്ടായിരിക്കുക. ഒരു വെള്ളിയാഴ്ച ഇംഗ്ലീഷ് ടോപ്പിക്കും ഡിഗ്രി ലെവൽ മോഡൽ എക്സാമും ആണെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച മലയാളം ടോപ്പിക്കും ഡിഗ്രി ലെവൽ മോഡൽ എക്സാമാണ് ലഭിക്കുന്നത്. ഇംഗ്ലീഷ് ടോപ്പിക് എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ ടാഗ്, ആർട്ടിക്കിള്, പ്രിപ്പോസിഷൻ, ടെൻസസ് തുടങ്ങിയ ടോപ്പിക്കുകൾ. മലയാളം ടോപ്പിക് എന്ന് പറയുമ്പോൾ ഒറ്റപ്പദം, വിപരീതം, പര്യായ പദങ്ങൾ തുടങ്ങിയ ടോപ്പിക്കുകൾ. ഇംഗ്ലീഷ് വിഭാഗമായാലും മലയാള വിഭാഗമായാലും ചോദ്യങ്ങളുടെ എണ്ണം 30 എണ്ണവും പരീക്ഷയ്ക്ക് അനുവദിക്കുന്ന ടൈം 15 മിനിറ്റ് സമയവുമാണ്. അതായത് ഉച്ചയ്ക്ക് 2 മണി മുതൽ 2:15 വരെയും രാത്രി 7 മണി മുതൽ 7:15 വരെയും. ഒരാഴ്ച ഇംഗ്ലീഷ് ടോപ്പിക് ആണെങ്കിൽ അടുത്ത ആഴ്ച മലയാളം ടോപ്പിക് ആയിരിക്കും. മോഡൽ എക്സാം LD മോഡലായാലും +2 മോഡലായാലും ഡിഗ്രി മോഡലായാലും 1 മണിക്കൂർ സമയമാണ് അനുവദിക്കുന്നത്. അത് ഉച്ചയ്ക്ക് 2:30 മുതൽ 3:30 വരെയും രാത്രി 7:30 മുതൽ 8:30 വരെയായിരിക്കും. ഇങ്ങനെ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ലൈവ് എക്സാമുകൾ ലഭിക്കുന്നതിൻ്റെ സ്ട്രക്ചറുകളാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഒന്നും കൂടി നമ്മൾ ആവർത്തിച്ചു കഴിഞ്ഞാൽ എല്ലാ തിങ്കളാഴ്ചകളിലും GK ടോപ്പിക്, അത് ഒരാഴ്ച റാങ്ക് ഫയലിൽ ബേസ് ചെയ്താണെങ്കിൽ അടുത്ത ആഴ്ച ടെക്സ്റ്റ് ബുക്കിന് ബേസ് ചെയ്തുകൊണ്ട്. എല്ലാ ചൊവ്വാഴ്ചകളിലും പ്രഗതിയുടെ 10,000 പ്രീവിയസിനെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ തൊട്ടടുത്ത ചൊവ്വാഴ്ച മന്ത്ലി കറണ്ട് അഫയേഴ്സിനെ അടിസ്ഥാനമാക്കിയും കൂടാതെ അന്നത്തെ ദിവസം തന്നെ എല്ലാ ചൊവ്വാഴ്ചകളിലും +2 ലെവൽ മോഡൽ എക്സാമുകൾ ലഭിക്കുന്നതായിരിക്കും. എല്ലാ ബുധനാഴ്ചകളിലും മാത്സ് ടോപ്പിക്ക്, അത് റാങ്ക് ഫയലിൽ ബേസ് ചെയ്തുകൊണ്ട് പാഠപുസ്തകത്തിന് ബേസ് ചെയ്തുകൊണ്ടും എല്ലാ വ്യാഴാഴ്ചകളിലും തൊഴിൽ വാർത്ത, തൊഴിൽ വീതി എക്സാമുകളും +2 മോഡൽ എക്സാമുകളും എല്ലാ വെള്ളിയാഴ്ചകളിലും ഇംഗ്ലീഷ് ടോപ്പിക്കും അടുത്ത വെള്ളിയാഴ്ച മലയാളം ടോപ്പിക്കും അതുപോലെ തന്നെ എല്ലാ വെള്ളിയാഴ്ചകളിലുമായി ഡിഗ്രി ലെവൽ മോഡൽ എക്സാമുകൾ ലഭിക്കുന്നതായിരിക്കും.
ഇത്രയുമാണ് ലൈവ് എക്സാമുകൾ നടക്കുന്നതിൻ്റെ ഘടന. അടുത്തത് റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളെ കുറിച്ച്. 1 മണിക്കൂർ ദൈർഘ്യമുള്ള റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ പ്രഗതിയുടെ മൊബൈൽ ആപ്പിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ദിവസവും 1 മണിക്കൂർ ദൈർഘ്യമുള്ള റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ വെച്ച് ഒരു ഉദ്യോഗാർത്ഥി കണ്ടു തീർക്കണം. ഒരു റെക്കോർഡഡ് വീഡിയോ ക്ലാസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം 5 ദിവസം വരെ ഒരു ഉദ്യോഗാർത്ഥിക്ക് സൗകര്യപ്രദമായ രീതിയിൽ ഏത് സമയത്തും കാണാവുന്നതാണ്. എന്നാൽ 5-ാമത്തെ ദിവസം കഴിഞ്ഞാൽ ആ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ മൊബൈൽ ആപ്പിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതായിരിക്കും. കൂടുതൽ ദിവസങ്ങളിൽ അത് അനുവദിക്കാത്തതിൻ്റെ കാരണം കൂടുതൽ ദിവസം അത് ലഭിക്കുമെന്ന് ഒരു കുട്ടി കരുതി കഴിഞ്ഞാൽ ആ വീഡിയോ ക്ലാസ്സുകൾ ഒരിക്കലും ഒരു ഉദ്യോഗാർത്ഥി കണ്ടു തീർക്കുകയില്ല. എന്നാൽ ഒരു ഇമ്പോർട്ടൻ്റ് എക്സാം അടുത്തെത്തുമ്പോൾ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളെല്ലാം തന്നെ വീണ്ടും മൊബൈൽ ആപ്പിൽ അപ്ലോഡ് ചെയ്യുകയും ഒരു ഉദ്യോഗാർത്ഥിക്ക് വീണ്ടും ആവശ്യാനുസരണം കാണാവുന്നതുമാണ്. അപ്പോൾ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ, ഒരു പുതിയ വീഡിയോ ക്ലാസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കാലാവധി മാക്സിമം 5 ദിവസം വരെ കിട്ടും. ആ 5 ദിവസത്തിനുള്ളിൽ ഏത് ടൈമിൽ വേണമെങ്കിലും ഒരു കുട്ടിക്ക് അത് കാണാവുന്നതാണ്. ക്ലാസ്സുകളെല്ലാം ഘടനപ്രകാരം ചിട്ടയായ രീതിയിലായിരിക്കും നൽകുന്നത്. മാത്സിൻ്റെ ക്ലാസ്സുകൾ, ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകൾ, മലയാളം ക്ലാസ്സുകൾ, GK ടോപ്പിക്കുകൾ എല്ലാം ഒരു ഓർഡറിലായിരിക്കും ലഭിക്കുന്നത്. ഒരു ഉദ്യോഗാർത്ഥി എല്ലാ ദിവസങ്ങളിലും വീഡിയോ ക്ലാസ്സുകൾ കണ്ട് നോട്ടുകൾ തയ്യാറാക്കി പഠിച്ചെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം. റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളും ലൈവ് എക്സാമുകളുടെ ഘടനകളും വ്യക്തമായി കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് ഒരു കുട്ടി പഠിക്കേണ്ടത്? സ്വന്തമായി ഒരു പഠനമുറി ക്രമീകരിക്കണം. ഏത് സമയത്ത് ഉണർന്ന് പ്രവർത്തിക്കാനും പഠിച്ച് പഠനങ്ങൾ പൂർത്തിയാക്കുവാനും സൗകര്യപ്രദമാകുന്ന രീതിയിൽ ഒരു മുറി ഒരുക്കിയെടുക്കണം. അതിൽ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയലുകൾ പ്രഗതിയുടെ മൊബൈൽ ആപ്പിൽ മെറ്റീരിയൽ പ്രാക്ടീസ് എന്നും മെറ്റീരിയൽ PDF എന്നുള്ള ഫോൾഡറുകളുണ്ട്. അതിൽ ആവശ്യമുള്ള എല്ലാ മെറ്റീരിയലുകളും ലഭിക്കുന്നതായിരിക്കും. എങ്കിൽ കൂടിയും മുഴുവൻ സമയവും മൊബൈൽ നോക്കിക്കൊണ്ടുള്ള പഠനം പ്രയാസകരമായിരിക്കും. അതുകൊണ്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും കഴിവതും ഏറ്റവും പുതിയ എഡിഷനിൽ വന്നിട്ടുള്ള LDC നിലവാരത്തിലുള്ള റാങ്ക് ഫയലുകൾ വാങ്ങിക്കാൻ വേണ്ടി നോക്കണം. അതുപോലെ തന്നെ 10,000 പ്രീവിയസിൻ്റെ ബുക്ക് പ്രഗതിയുടെ കോളേജ് സ്റ്റോറിൽ ലഭിക്കുന്നതായിരിക്കും. 400 രൂപയാണ് അതിൻ്റെ പ്രൈസ്. മൊബൈൽ ആപ്പിൽ അതിൻ്റെ PDF കോപ്പി ഉണ്ടെങ്കിലും അത് വായിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ഉദ്യോഗാർത്ഥിക്ക് കോളേജ് സ്റ്റോറിൽ നേരിട്ട് വന്നുകൊണ്ട് വാങ്ങിക്കാവുന്നതാണ്. ഇരിട്ടിയിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിന് സമീപമുള്ള ബിൽഡിങ്ങിലാണ് കോളേജ് പ്രവർത്തിക്കുന്നത്. അവിടെ വന്നുകൊണ്ട് ഏതൊരാൾക്കും അത് വാങ്ങിക്കാവുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ തിങ്കളാഴ്ചകളിലും തൊഴിൽവാർത്ത തൊഴിൽവീതി പ്രസിദ്ധീകരണങ്ങൾ വരുമ്പോൾ അത് വാങ്ങിക്കാൻ തയ്യാറാകണം. എങ്കിൽ മാത്രമേ നമ്മൾ ഒരാഴ്ചയിൽ നടത്തുന്ന തൊഴിൽവാർത്ത തൊഴിൽവീതിയുടെ എക്സാമുകൾ മാർക്കുകൾ ലഭിക്കാൻ വേണ്ടി നമുക്ക് പറ്റുകയുള്ളൂ. അപ്പോൾ സ്വന്തമായി ഒരു പഠനമുറി ഒരുക്കി കഴിഞ്ഞാൽ പുലർച്ചെ 4:30 മുതൽ എങ്കിലും എഴുന്നേറ്റ് പഠനം ആരംഭിക്കണം. 4:30 സാധിക്കുന്നില്ലെങ്കിൽ 5 മണിക്കെങ്കിലും എഴുന്നേക്കണം. അങ്ങനെ എല്ലാ ദിവസങ്ങളിലും പുലർച്ചെ മുതൽ പഠനം ആരംഭിക്കുമ്പോൾ എല്ലാ മേഖലകളും ബാലൻസ് ചെയ്തുകൊണ്ടുള്ളൊരു പഠനം ഒരു കുട്ടി സാധ്യമാക്കണം. അതായത് ഒരു ദിവസം പഠിക്കുമ്പോൾ GK ടോപ്പിക്ക് റാങ്ക് ഫയൽ ബേസ് ചെയ്ത് പഠിക്കണം. അന്ന് തന്നെ GK ടോപ്പിക്ക് പാഠപുസ്തകത്തിന് ബേസ് ചെയ്ത് പഠിക്കണം. അതുപോലെ തന്നെ തൊഴിൽവാർത്ത തൊഴിൽവീതി വായിക്കണം. 10,000 പ്രീവിയസിൻ്റെ ബുക്ക് വായിക്കണം. കറണ്ട് അഫയേഴ്സ് നോക്കണം.
മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്നിവ നോക്കണം. അങ്ങനെ മുൻകൂട്ടി ഒരാഴ്ച മുന്നേ പറയുന്ന ടോപ്പിക്കുകൾ എക്സാം ഡേറ്റ് എത്തുമ്പോഴേക്കും ഒരു ഉദ്യോഗാർത്ഥി പഠിച്ച് പൂർത്തിയാക്കിയിട്ടുണ്ടാകണം. അതെങ്ങനെ സാധിക്കും? ഒരു ദിവസം പഠിക്കുമ്പോൾ എല്ലാ മേഖലകളും ബാലൻസ് ചെയ്ത് പഠിക്കണം. ഒരാഴ്ച മുന്നേ പ്രഖ്യാപിക്കുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയെന്ന് മനസ്സിലാക്കി തൻ്റെ പഠനമുറിയിൽ ഇരുന്നു കൊണ്ട് ഒരു കുട്ടി വ്യക്തമായൊരു പ്ലാനിങ്ങോടുകൂടി എല്ലാ ദിവസവും പഠിക്കാൻ തയ്യാറാകണം. ഏത് പ്രതികൂല സാഹചര്യത്തിനെയും അതിജീവിക്കാനുള്ള കഴിവ് നമുക്ക് ഉണ്ടായി വരണം. സർക്കാർ ജോലി നേടിയെടുക്കണം എന്നുള്ള ഉറച്ച തീരുമാനം ഉണ്ടായിരിക്കണം. ആ തീരുമാനപ്രകാരം പൂർണ്ണ താല്പര്യത്തോടുകൂടി മനസ്സർപ്പിച്ചുകൊണ്ട് പഠനം തുടങ്ങണം. പഠിക്കുമ്പോൾ ഏത് മേഖലയാണോ വായിക്കുന്നത് ആ മേഖലയെ അടിസ്ഥാനമാക്കി പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിൽ തങ്ങാത്തതും ഓർമ്മയിൽ നിൽക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ ഒരു നോട്ടിൽ കുറിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കേരള നവോത്ഥാനം ടോപ്പിക്കാണ് പഠിക്കാൻ പറയുന്നതെങ്കിൽ അതിന് ഏകദേശം 20ഓളം താളുകളുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ പഠിക്കാൻ 5 ദിവസങ്ങളുണ്ടെങ്കിൽ ഓരോ ദിവസവും 4 പേജുകൾ വെച്ച് പഠിച്ചു പോയാൽ മതി. അന്ന് ആ 4 പേജുകൾ മാത്രമേ പഠിക്കേണ്ടതുള്ളൂ. ആ 4 പേജുകൾ വായിക്കുമ്പോൾ അതിൽ മനസ്സിൽ തങ്ങി നിൽക്കാത്ത കാര്യങ്ങൾ ഒരു ഷോർട്ട് നോട്ടാക്കി കുറിച്ചു വെക്കണം. അങ്ങനെ എപ്പോൾ ഏത് മേഖലകൾ ബാലൻസ് ചെയ്ത് പഠിച്ച് മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കാത്ത കാര്യങ്ങൾ കുറിച്ചു വെക്കുന്ന ഒരു നോട്ട്ബുക്ക് ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അതേ ദിവസം തന്നെ പാഠപുസ്തകം പഠിക്കുമ്പോൾ അവിടെയും നമുക്ക് കാൽക്കുലേഷൻ ഉണ്ടായിരിക്കണം. പാഠപുസ്തകത്തിൽ എത്ര ക്വസ്റ്റ്യൻ നമുക്ക് പഠിച്ചു തീർക്കാനുണ്ട്, ഓരോ ദിവസം എത്ര സമയം പഠിച്ചാലാണ് നമുക്കത് പൂർത്തിയാക്കാൻ സാധിക്കുക. അവിടെയും വായിക്കുമ്പോൾ അറിയാത്ത കാര്യങ്ങൾ കുറിച്ചു വെക്കാൻ വേണ്ടി നോക്കണം. അങ്ങനെ രാവിലെ 4:30 അല്ലെങ്കിൽ 5 മണിക്ക് തുടങ്ങുന്ന പഠിത്തം വീട്ടിലെ മറ്റുള്ള അത്യാവശ്യ ജോലികളെല്ലാം കഴിഞ്ഞ് ബാക്കി മുഴുവൻ സമയവും ഒരു ഉദ്യോഗാർത്ഥി സ്ഥിരോത്സാഹത്തോടുകൂടി സ്ഥിരബുദ്ധിയോടുകൂടി എല്ലാ ദിവസവും പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാകണം. പരീക്ഷ എത്തുമ്പോഴേക്കും മത്സരബുദ്ധിയോടുകൂടി ആവേശത്തോടുകൂടി എല്ലാ മേഖലകളും പഠിച്ച് പൂർത്തിയാക്കിയതിന് ശേഷം പരീക്ഷ എഴുതുവാൻ തയ്യാറാകണം. പിന്നീട് ആ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം അതിലെ തെറ്റിയതും കിട്ടാത്തതുമായിട്ടുള്ള ചോദ്യങ്ങൾ പഠിച്ചെടുക്കണം. പ്രഗതിയുടെ മൊബൈൽ ആപ്പിൽ പരീക്ഷ കഴിഞ്ഞാൽ ഒരു ഉദ്യോഗാർത്ഥിക്ക് ആ പരീക്ഷയുടെ ഹിസ്റ്ററി ലഭിക്കുന്നതായിരിക്കും. ആ ഹിസ്റ്ററി നോക്കിക്കൊണ്ട് തെറ്റിയതും കിട്ടാത്തതുമായിട്ടുള്ള ചോദ്യങ്ങൾ നോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ 2 ബുക്കുകളാണ് ഒരു കുട്ടിക്ക് ഉണ്ടാക്കേണ്ടത് കുറിച്ചു വെക്കുവാൻ വേണ്ടി. ഒന്ന്, പരീക്ഷ എത്തുന്നതിന് മുന്നേ പഠിക്കുമ്പോൾ അറിയാത്ത കാര്യങ്ങൾ കുറിച്ചു വെക്കുന്നൊരു നോട്ട്ബുക്ക്. 2, ആ പരീക്ഷകൾ കഴിഞ്ഞതിന് ശേഷം അതിലെ തെറ്റിപ്പോയതും കിട്ടാത്തതുമായിട്ടുള്ള ആ കാര്യങ്ങൾ കുറിച്ചു വെക്കുന്ന നോട്ട്ബുക്ക്. ഈ 2 നോട്ട്ബുക്ക് എപ്പോഴും നമ്മൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം. ഏതൊരു ഉദ്യോഗാർത്ഥിക്കും തുടക്കത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അലട്ടുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ സർക്കാർ ജോലി നേടിയെടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ആളിക്കത്തിക്കുവാൻ സ്ഥാപനവും കോർഡിനേറ്ററായിട്ടുള്ള മാഷും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഓരോ ദിവസവും പഠിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ചാർട്ടുകൾ പ്രഗതി ടെലിഗ്രാം ചാനലിലൂടെ അയച്ചിരുന്നായിരിക്കും. അങ്ങനെ ഒരു ഉദ്യോഗാർത്ഥിക്ക് ഫുൾ സപ്പോർട്ടോടുകൂടി എല്ലാ മേഖലകളും കൈകാര്യം ചെയ്യുന്ന വിധത്തിൽ ജോലി ലഭിക്കുന്നതുവരെ സ്ഥാപനം കൂടെ ഉണ്ടാകുന്നുള്ള ഉറപ്പ് നൽകുന്നു. 5 മാസമാണ് കോഴ്സിന്റെ കാലാവധിയെങ്കിലും ഒരു ഉദ്യോഗാർത്ഥിക്ക് 5 മാസമല്ല കാലാവധി. ഒരു ഉദ്യോഗാർത്ഥിയുടെ കാലാവധി എപ്പോഴാണോ ആഗ്രഹിക്കുന്ന സർക്കാർ ഉദ്യോഗത്തിന്റെ അഡ്വൈസ്, അപ്പോയിന്റ്മെന്റ് ഓർഡർ കയ്യിൽ ലഭിക്കുന്നത് അതുവരെ സ്ഥാപനത്തിൽ പിടിച്ചു നിൽക്കണം.
അതായത് 5 മാസത്തിന് ശേഷം വീഡിയോ ക്ലാസ്സുകളെല്ലാം പൂർണ്ണമായി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എക്സാമുകൾ മാത്രമുള്ള ബാച്ചുകളായിരിക്കും. അതിന് നമ്മൾ മിഷൻ ബാച്ച് എന്നാണ് വിളിക്കാറുള്ളത്. അതിന് മന്ത്ലി ഫീസുകൾ ഉണ്ടാവും. ആ മിഷൻ ബാച്ചിലൂടെ പരീക്ഷകൾ എഴുതി റിവിഷൻ നടത്തി ഒരു സർക്കാർ ഉദ്യോഗം നേടുന്നതുവരെ തുടരുവാൻ ഒരു കുട്ടി തയ്യാറാക്കണം. നമ്മൾ ഡിഗ്രി വരെ പഠിക്കുമ്പോൾ 15 വർഷത്തോളം പഠിക്കാൻ നമ്മൾ തയ്യാറാകുന്നുണ്ട്. അതിനുശേഷമാണ് പലരും തെന്നിമാറുന്നത്. എന്തു ചെയ്യുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മൾ നിർണ്ണയിക്കാൻ വേണ്ടി പോകുന്നത്. എന്തു പഠിച്ചു എന്ന് ചോദിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടാകും. പക്ഷെ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അതിനുത്തരം പലർക്കും കിട്ടാറില്ല. ആ ഉത്തരം നിർണ്ണയിക്കുന്ന ഒരു കോഴ്സാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ജീവിതകാലം മൊത്തം നമുക്ക് ആസ്വദിക്കാൻ പറ്റാവുന്ന തരത്തിൽ, ഒരു സർക്കാർ ഉദ്യോഗം നേടിയെടുക്കാൻ പറ്റാവുന്ന തരത്തിൽ ഈ കോഴ്സ് നമ്മൾ ചെയ്യുമ്പോൾ അത് വിജയകരമായി പൂർത്തിയാക്കുവാൻ എല്ലാവർക്കും സാധിക്കണം. ആ ഉദ്യോഗം നേടിയെടുക്കുന്നതുവരെ സ്ഥാപനത്തിൻ്റെ ഒരുമിച്ച് നിൽക്കുവാൻ എല്ലാവരും തയ്യാറാക്കണം. നമ്മൾ ഏവരും ആഗ്രഹിക്കുന്ന ആ സർക്കാർ ഉദ്യോഗം നേടാൻ നമ്മളെ കൊണ്ട് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.